ഇത് ബൊലേറോ പിക്കപ്പ് BI6 വണ്ടിയാണ്. എൻജിൻ വണ്ടിയിലും പറ്റി വന്നതാണ് വണ്ടി. അപ് സ്ട്രീം ലാംഡ സെൻസറിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നത്. നോക്കുക, അതിൻ്റെ ഫോട്ടോ മിക്കവാറും സെൻസർ കംപ്ലീറ്റ് ബ്ലോക്ക് ആയാലാണ് ഈ വാണിങ്ങിൽ വരാറുള്ളത്. അപ്പോൾ അത് കഴിച്ച് കുറച്ച് ചെക്ക് ചെയ്യണം എന്ന അവസ്ഥ എന്നുള്ള കാര്യം. വയ്ക്കുന്ന ടെർമിനൽ വയ്ക്കുക, ഇഗ്നിഷൻ ഓഫ് ചെയ്യുക, എന്നിട്ട് അയച്ച് നോക്കുക. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ സെൻസർ റീപ്ലേസ് ചെയ്യണോ അല്ലെങ്കിൽ വയറിങ് ചെക്ക് ചെയ്യണോ ഉള്ളത് അതിന് ശേഷം തീരുമാനിക്കുക. അപ്പോൾ 22 റിങ് ഇട്ടാൽ സംഭവം കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അയച്ചെടുത്തിട്ട് ബ്ലോക്ക് ഉണ്ടോ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. മിക്കവാറും ഫുള്ളായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വാണിയിലും വരുന്നത്. കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ സെൻസർ ശരിക്കും സെൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അതാണ് ഈ വാണിയിലും വരുന്നത്. അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നോക്കണം. ക്ലീൻ ചെയ്ത് പുറമെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോരാ, അതിന് പിന്നെ ചുറ്റിലും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിനകത്ത് പിന്നെ നമ്മളെ ചെറിയ വയർ ബ്രഷോ അല്ലെങ്കിൽ പിന്നെ വയറുണ്ടാവില്ല, വയറിനകത്തുള്ള ചെറിയ കമ്പികളുണ്ടല്ലോ, അതിനോട്ട് ക്ലീൻ ചെയ്താൽ മതി. ഞാൻ കമ്പിയാണ് എടുത്തത്. കമ്പി കൊണ്ട് പതിയെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് നീറ്റിന് ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യുക. ടെർമിനൽ തിരിച്ച് കൊടുക്കുക. ബാറ്ററി നമ്മൾ വെച്ചിട്ടുണ്ട്, ടെർമിനൽ തിരിച്ച് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക ഫോട്ടോ പോയിനോ ഇല്ലോ എന്നുള്ള. മിക്കവാറും 90% പോകേണ്ടതാണ്. പോയിട്ടില്ലെങ്കിൽ പണി പാളും. ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തു. ടെർമിനലൊക്കെ തിരിച്ച് അത് പഴയ പോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്ത് നോക്കി വാണിൽ പോയിട്ടുണ്ട്. ഓക്കെ.